നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷേട്ടന് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഇത് ആരെങ്കിലും ചെയ്യിച്ചതാണോന്നാ എനിക്ക് സംശയം. എന്നുവെച്ചാ കൊട്ടേഷൻ. കൊട്ടേഷനോ? നാട്ടുകാരെല്ലാം ചേർന്നടിക്കുന്നത് എങ്ങനെ കൊട്ടേഷനാവും? എന്തായാലും അപ്പച്ചി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രൂപേഷേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അപ്പച്ചിക്ക് ഭ്രാന്ത. ഇത് കേസാകും. എന്ത് കേസ്? അല്ല, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? റോഡരികിൽ സംശയാസ്പദമായി നിർത്തിയിട്ടിരുന്ന കാറിൽ ഒരാണിനെയും പെണ്ണിനെയും നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതെങ്ങനെ പോലീസ് കേസാവും? കൊള്ളാം. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ശ്രേ, ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ റിമാൻഡിൽ കഴിയുന്ന കൂടുതലും ഇതുപോലുള്ള സദാചാര പോലീസ് അംഗങ്ങളാ. ഏതായാലും സദാചാര പോലീസ് ഇടപെട്ടു. ഇനി പൊതുജന മധ്യത്തിൽ അപമാനപ്പെട്ടത് കാരണം രണ്ടെണ്ണം കൂടി അങ്ങ് കയറി കെട്ടി തൂങ്ങിയിരുന്നേല് നല്ലൊരു ക്ലൈമാക്സ് കിട്ടിയേനെ. ശ്രേ, നിനക്കെന്താ നൊന്തുപോയോ? അത്ര കെട്ടുമുട്ടും തിരിയാത്ത ആളെന്നല്ല രൂപേഷേട്ടൻ. അന്നേ വിൽപത്രത്തിന്റെ കാര്യം വന്നപ്പോ നീയും കണ്ടതാണല്ലോ. ആ അഞ്ജനെയെങ്കിലും മാനഹാനിയിൽ മനം നൊന്ത് കെട്ടിത്തൂങ്ങി ചത്തങ്കി അത് മരുവത്തൂരില് സുമംഗല നടത്തിയ ദുരഭിമാന കൊലയാക്കി തീർത്ത് അപ്പച്ചിയെ ജയിലിലാക്കി ആ വിൽപത്രത്തിന്റെ കാര്യത്തിലൊരു ധാരണയാക്കിയനെ. സ്വത്തൊക്കെ എനിക്കും വേണം. പക്ഷേ ഇങ്ങനൊന്നും ചിന്തിക്കാൻ എനിക്ക് തോന്നത്തില്ല. ഇതിനായിരിക്കും 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്നത്. എടി, ഗീതമേ, വിനുപോത്തൻ സാറ് ബാംഗ്ലൂരിലാണെന്നല്ലേ പറഞ്ഞത്? അതെ എടുത്തി, ഏതോ കേസന്വേഷണത്തിന്റെ കാര്യമായിട്ട് പോയതാന്നാ പറഞ്ഞ. സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചോളാന്ന് പറഞ്ഞു. അമ്മേ, ഇനി കേസും വഴക്കൊന്നും വേണ്ട. ദേ നോക്കിയേ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ചോട്ടു, ഞാനും കൊടുത്തില്ലേ അവന്മാർക്ക് നല്ല തല്ല്. പിന്നെ കൂട്ടിയും കുണിച്ചൊക്കെ നോക്കിയാ ചിലപ്പോ 1-2 കൂടുതൽ തല്ല് കിട്ടിയത് എനിക്കായിരിക്കും. അത്രയല്ലേ ഉള്ളൂ ചോട്ടു. അല്ല അമ്മ, വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ. മോനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പച്ചി, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. മോനെ, അടങ്ങിയിരിക്കവിടെ. ഗീതമ്മേ, ആ ഫോണൊന്ന് എടുത്തേ. മുത്തശ്ശിയാ? അയ്യോ, ഇതറിഞ്ഞിട്ടാണോ എന്തോ? മോനെന്ന് പറഞ്ഞ ജീവനല്ലേ മുത്തശ്ശിക്ക്? ഇതറിഞ്ഞാ മതി, നാട്ടിലെ ചട്ടമ്പികളെയും കൂട്ടി ഇങ്ങ എത്തും മുത്തശ്ശി. വിശ്വനാഥന്റെ മോനെ ഉപദ്രവിച്ചവനെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടി. ഗീതമ്മ എടുത്തോ. എന്റെ ശബ്ദം കേട്ട ഉള്ളിലെ പിടച്ചിലറിയാം മുത്തശ്ശിക്ക്. അറിഞ്ഞില്ലെങ്കിൽ അത് പറയാൻ നിൽക്കണ്ട. ഞാൻ ബാത്റൂമിലാണെന്ന് പറഞ്ഞാ മതി. ശരി. ആ മുത്തശ്ശി, ഇത് എടുത്തിയല്ല, ഞാനാ ഗീതമ്മ. ചോട്ടു, ചോട്ട് കണ്ടില്ലേ എന്നെ അടിച്ചാലേ ചോദിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന്? അതെ,
അതടിക്കാൻ വന്ന ആ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. അമ്മേ മതി അമ്മേ, സാരമില്ല, മതി. മോനെ അവിടെ ഇരിക്ക. അഞ്ജു, സാരമില്ല മോള് വാ. രൂപേഷേട്ടാ, എന്താ സംഭവിച്ചത്? ആരാ അവന്മാര്? ദർശനം ഒന്നുമില്ല. അഞ്ജു, നീ പറ, എന്താ കാര്യം? മോള് പറ, എന്താ പറ്റിയത്? വണ്ടി കേടായി. എല്ലാരും കേട്ടില്ലേ? അവന്റെ വണ്ടി കേടായി. കേടാവും. താൻ എന്തേ കാണിക്കുന്നേ? ദർശനെ, അവന്മാരിൽ ഒരാള് കോളേജിനടുത്തുള്ളതാണെന്നാ ചോട്ട് പറഞ്ഞത്. ചോട്ടുവിനെ സ്ഥിരം ശല്യം ചെയ്യുന്നവനോ? രൂപേഷേട്ടൻ എഴുന്നേക്ക്. എന്തിന്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. രൂപേഷേട്ടൻ എഴുന്നേക്ക്. ഒരു സ്ഥലം വരെ പോണം. സ്ഥലം വരെ പോവാനോ? എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? ദർശന, ഇപ്പോ നേരിട്ട് ചെന്ന് കംപ്ലൈന്റ് കൊടുക്കണം അമ്മേ. ഇപ്പൊ തന്നെ പോണം. രൂപേഷേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പതുക്കെ സൂക്ഷിച്ച്. ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുഴപ്പമില്ല. മോള് വാ. അല്ല ദർശനെ, ഇന്ന് വിശ്രമിച്ചിട്ട് നാളെ പരാതി കൊടുത്താ പോരെ? പോരാ, ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യണം. രൂപേഷേട്ടൻ വാ. അമ്മ പോയിട്ട് വരാം. രൂപേഷേട്ടാ, വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ വണ്ടി എടുക്ക്. മോളെ കേറ്.